ഹലോ, ഇന്ന് നമ്മളൊരു കാടമുട്ട റോസ്റ്റാട്ടോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ കാടമുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പൊളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, അതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവി അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചെറുള്ളി, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അതുകൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിസ് ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് കേട്ടോ. തക്കാളി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കൂടെ അതുകൂടി വഴറ്റി കൊടുക്കണം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അതുകൂടി ഉണ്ടെങ്കിൽ വേറൊരു ലെവൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് നല്ല ഗോൾഡൻ കളറായതിനു ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് ലേശം വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പെരുംജീരകം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇട്ടാൽ മതി. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട അതിലോട്ടൊന്ന് ഇട്ടൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.